പ്രിയമുള്ളവരെ, മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെന്നും ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചിട്ട് ഈ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ ദൈവത്തിന്റെ സേവനങ്ങളിൽ മുൻനിർത്തി എല്ലാവരുടെയും പേരിൽ ഈ സമയത്ത് പ്രാർത്ഥനകൾ നേരുന്നു. ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവായ കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 24 തുടങ്ങിയ തിരുവചനങ്ങൾ എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. കൃത്യങ്ങളാണ് സൽകൃത്യങ്ങൾ ചെയ്യുക അലസത കൂടാതെ. നാം ചെയ്ത സൽകൃത്യങ്ങളാണ് നമ്മുടെ കൂടെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം കണക്കാക്കിയതും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പരിപാവനമാം ദൈവിക ഭവനം പൂങ്ങും നേരം സ്നേഹാർദ്രതയാ പ്രിയജനമേ, നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. അങ്ങനെ ചെയ്താൽ യഥാകാലം നിങ്ങളിൽ നിന്ന് ഫലം ശേഖരിക്കാൻ അർത്ഥമുള്ള ദിനം ആചരിക്കുന്നത് വരുന്ന ചൊവ്വാഴ്ചയാണ് രാവിലെ 10. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല ഭൂമിയിലില്ല വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല